KM മാണി ക്യാൻസർ സെന്റർ ശിലാസ്ഥാപനം പാലായിൽ നടന്നു. ആരോഗ്യ വകുപ്പിന് കീഴിൽ ജില്ലയിലെ ആദ്യ റേഡിയേഷൻ ഓങ്കോളജി കേന്ദ്രമാണ് പാലായിൽ ആരംഭിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. കോട്ടയം ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രഥമ റേഡിയേഷൻ ഓങ്കോളജി കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി ജോസ് കെ മാണി MP നിർവഹിച്ചു. ബന്ധപ്പെട്ട് 1,40,000-30,000 രൂപയൊക്കെ വരുന്നു. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പേറ്റന്റ് റൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ആ പേറ്റന്റ് റൈറ്റ് ഇന്ത്യയുടെ പുറത്തുള്ള വികസിത രാജ്യങ്ങൾ അവർ റിസർച്ച് നടത്തി ഈ മരുന്ന് നിർമ്മിക്കുമ്പോൾ ആ റിസർച്ചിനുള്ള ഒരു ചാർജ് ആയിട്ടാണ് പേറ്റന്റ് റൈറ്റ് വരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഒരു വില അങ്ങോട്ട് ഇടുകയാണ്. അതിൽ ഒരു പക്ഷേ 10,000 രൂപയായിരിക്കും, പക്ഷേ 1,50,000 രൂപ. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചത് മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, എമർജൻസി ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്രമാത്രം രോഗികൾ രൂപപ്പെടുമ്പോൾ അതിന് ഒരു കമ്പൽസറി ലൈസൻസിങ് ആക്ട് ഉണ്ട്. ആ കമ്പൽസറി ലൈസൻസിങ് ആക്ട് പ്രകാരം അതിൽ നിന്ന് ആ ആക്ട് പാസ്സാക്കിയിട്ട് ഈ റിസർച്ച് നടത്തി ഇതിനകത്തുള്ള കണ്ടന്റ് ഡീകോഡ് ചെയ്തിട്ട് ഈ മെഡിസിൻ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും. ജോസ് കെ മാണി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2.45 കോടി രൂപ ചിലവിട്ട് 4,996 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് 1.05 കോടി രൂപയും പാലാ നഗരസഭ 1.67 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കെട്ടിടം നിർമ്മാണത്തിന് വേണ്ടി ദേശീയ ആരോഗ്യ മിഷൻ 1 കോടി രൂപ നൽകും. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ആശുപത്രിയായി പാലാ ജനറൽ ആശുപത്രി മാറും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ നിർധന രോഗികൾക്ക് ക്യാൻസർ ചികിത്സ നൽകാൻ പാലാ ജനറൽ ആശുപത്രിക്ക് കഴിയും. തറക്കല്ലിടൽ ചടങ്ങിൽ പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേം സാഗർ, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. i4A ന്യൂസ്, പാലാ.